തുല്യവേതനം അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിൽ പറ്റില്ല എന്നാണ് ചില മഹാരഥന്മാരൊക്കെ അഭിപ്രായപ്പെട്ട് കണ്ടത്. അത് എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പൊ ഞാനൊരു കോളേജ് അധ്യാപികയായിരുന്നു. എന്റെ അതേ രീതിയിൽ സർവീസിൽ കയറിയ എന്റെ അതേ ക്വാളിഫിക്കേഷനുള്ള ഒരു പുരുഷ പ്രൊഫസർക്ക് കിട്ടുന്ന ശമ്പളം എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കോടതിയിൽ പോകാം. കോടതി എന്റെ ഭാഗത്താണ് നിൽക്കുക, അല്ലാതെ മറ്റേ പുരുഷന്റെ ഭാഗത്തല്ല. കാരണം ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ജോലിയാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ ഒന്നാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും സർവീസും ഒരേ പീരീഡാണ്. എന്നിരിക്കെ എന്തുകൊണ്ട് മറ്റേയാൾക്ക് കൂടുതൽ കിട്ടണം? ഇത് തൂമ്പ പിടിച്ച് കളിക്കുന്ന ജോലി അല്ലല്ലോ. തൂമ്പ പിടിച്ച് കളിക്കുന്ന ജോലിയാണെങ്കിൽ ഇപ്പൊ വയൽപ്പണി എന്ന് പറഞ്ഞാൽ പുരുഷന്മാര് തൂമ്പ പിടിച്ച് കളിക്കുക, അങ്ങനെ കിളയ്ക്കുന്ന ജോലി അല്ലെങ്കിൽ പൂട്ടുന്ന ജോലി ഒക്കെ ചെയ്യുന്ന പുരുഷന്മാരുടെക്കാൾ കുറച്ചും കൂടി ലളിതമാണ്, ലഘുവാണ് സ്ത്രീകൾ ചെയ്യുന്ന ഞാറ് പറിക്കല്, ഞാറ് നടല് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കള പറിക്കല്, ഇത്തരം ജോലികൾ. അപ്പൊ കാർഷിക മേഖലയില് പുരുഷനും സ്ത്രീക്കും രണ്ട് വേതനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അവിടെയും തുല്യവേതനമാണ് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും രണ്ട് വേതനം എന്ന് പറഞ്ഞ പുരുഷന് കൊടുക്കുന്നതിനേക്കാൾ ഇത്തിരി കുറച്ചാണ് സ്ത്രീക്ക് കൊടുത്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അധ്വാനത്തിന്റെ റേറ്റ് അതനുസരിച്ച് പുരുഷൻ കുറച്ച് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും സ്ത്രീയെക്കാളും. അങ്ങനെയുണ്ട്. മറിച്ച് ഇങ്ങനെ ഫിലിം വേൾഡിൽ അങ്ങനെയല്ല. ഫിലിം വേൾഡിൽ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം അഭിനയിക്കുന്നത് ഒരുപക്ഷെ പുരുഷനായിരിക്കും. അവന് കൂടുതൽ കൊടുത്തോട്ടെ, നമുക്ക് വിരോധമില്ല. ബാക്കി കാര്യങ്ങൾ ഭാവാഭിനയത്തില് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് ജോലിക്ക് തുല്യ വേതനം എന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് നമുക്ക് വിമൻ ഇൻ കളക്റ്റീവിന്റെ കൂടെ തന്നെ നിൽക്കണം. അത് ട്രൈബ്യൂണലോ എന്ത് തന്നെയും ആകട്ടെ, അവിടെ ശക്തമായ രീതിയിൽ ആ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വിമൻ ഇൻ കളക്റ്റീവ് തയ്യാറാകണം. അവരോടൊപ്പം കേരളത്തിലെ പൊതുജനമുണ്ട് എന്നവർ മനസ്സിലാക്കണം. അങ്ങനെ തുല്യ ജോലിക്ക് തുല്യ വേതനം കിട്ടണം. ഈ തുല്യ ജോലിക്ക് തുല്യ വേതനം കിട്ടുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നടന്മാർക്കൊക്കെ കോടിക്കണക്കിന് വാരിക്കോരി കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് ലക്ഷങ്ങളോ അല്ലെങ്കിൽ ആയിരങ്ങളോ ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുരുഷ പ്രജകൾക്കൊക്കെ ഇഷ്ടം പോലെ ആരാധകരുടെ വൃന്ദമുള്ളത്, ആരാധക സംഘടനകൾ ഉള്ളത്. ആരാധക സംഘടനകൾക്ക് പണം വലിച്ചുവാരി എറിയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ജോലി ചെയ്യാതെ 4 കാശ് ഉണ്ടാക്കാൻ പറ്റുമോ, ജോലി ചെയ്യാതെ നല്ല സുഭിക്ഷമായിട്ട് സുഖിച്ച് ജീവിക്കാൻ നോക്കൂ, ഇതാണ്. അപ്പൊ ഈ നടന്മാര് അവര് കഷ്ടപ്പെടാതെയാണ് ഇത്രയധികം ഏൺ ചെയ്യുന്നത്. പേരിന്റെ പേരിൽ മാത്രമാണ് ഒരുപാട് പ്രതിഫലം മേടിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ നമുക്ക് അമിതാഭ് ബച്ചന് 5 കോടി രൂപ ഒരു എപ്പിസോഡിന് കിട്ടുന്നു എന്ന് പറയുന്ന. അപ്പൊ അങ്ങനെയുള്ള വളരെ കൂടുതലായിട്ട് പ്രതിഫലം കിട്ടുക, അങ്ങനെ കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് വാരിയെടുത്ത് കുറച്ച് ഈ ആരാധകത്തിനെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്താണ് ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കുന്നത്. ആരാധകർക്ക് പണം എറിഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ആരാധകരുടെ വീറും വാശിയും പിന്നെ നായകന് വേണ്ടി വാദിക്കാനുള്ള സർവ്വശക്തികളും ഉയർന്നു വരും. അങ്ങനെയാണ് അവരൊക്കെ ആരാധകരെ സൃഷ്ടിക്കുന്നത്. നടിമാർക്ക് അങ്ങനെ ആരാധകരില്ല, കാരണം അവർക്ക് അങ്ങനെ എറിഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ പണം കിട്ടുന്നില്ല. അവർ അധ്വാനിക്കുന്നതിനനുസരിച്ച് പോലും അവരുടെ നഷ്ടപ്പെടലുകൾക്ക് അനുസരിച്ച് പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ നീതി നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് തുല്യ ജോലിക്ക് തുല്യ വേതനം വരണം. അങ്ങനെ വരാൻ ഒരു അപാകതയുമില്ല. ഇപ്പൊ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ വേതനം കൊടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിലും അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു നടൻ എക്സ്ട്രാ വർക്ക്, കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവോ ആ അഡ്വഞ്ചറിനനുസരിച്ച് അയാൾക്ക് കൂടുതൽ കൊടുത്തോട്ടെ, അതിനാരും ബന്ധപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഒരുപോലെ ഒരു നായകനും നായികയുമായിട്ട് അഭിനയിക്കുന്നവർക്ക് കിട്ടേണ്ട ശമ്പളം ഒന്നു തന്നെയാണ്, ഒരുപോലെ തന്നെയാണ്. അക്കാര്യത്തിലൊക്കെ കോടതി ഇടപെട്ടാൽ തീർച്ചയായിട്ടും അവിടെ നീതി നടപ്പാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്യാനും അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടപ്പെട്ട കൊടുക്കത്തക്ക രീതിയിൽ തലപ്പത്തിരിക്കുന്നവർക്ക്, അത് ട്രൈബ്യൂണലാകട്ടെ മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകട്ടെ, ഇതിനു വേണ്ടി ജന്മം കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ആക്ഷൻ എടുക്കുക. സെമി ജുഡീഷ്യൽ പവർ ഉള്ള ഒരു അതോറിറ്റിയെ വേണം അവിടെ നിയമിക്കാനായിട്ട്. അപ്പൊ സെമി ജുഡീഷ്യൽ പവറുള്ള ആ അതോറിറ്റി തന്നെ ആർക്കെങ്കിലും കീഴ്പ്പെട്ടു പോകുന്ന ഒരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഇവർക്ക് പുറത്ത് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ പോകുമ്പോഴേക്കും നീതി നടപ്പാക്കി കിട്ടും. അങ്ങനെ വരുമ്പോഴേക്കും ഈ സെമി ജുഡീഷ്യൽ ആയിട്ടുള്ള പവർ കൈയാളുന്ന വ്യക്തിയും നേരെ നിൽക്കും, ആരുടെയും പക്ഷം ചേരാതെ എങ്ങോട്ടും കുനിയാതെ നേരെ നിൽക്കും. അപ്പം നീതി നടപ്പാക്കും. അതുപോലെ തന്നെ അവിടെയുള്ള സൗകര്യങ്ങൾ എല്ലാ
അതായത് സാധാരണ ജീവിതത്തിന് അനുയോജ്യമായ ഇപ്പോൾ ഒരു നമുക്കറിയാം, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ കുറഞ്ഞതുകൊണ്ടാണ് കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ ഈ സംഭവം ഉണ്ടായത്. അതായത് റിട്ടയറിംഗ് റൂം, വിശ്രമമുറി ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വിശ്രമമുറി വേണം. അങ്ങനെ ഇപ്പൊ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ഈ ഇടപെടൽ മൂലമാണ് ഇവിടെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ അയ്യോ കാരവാൻ വലിയ പോഷായിട്ട് നടക്കുന്നവർ, വലിയ വില കൂടിയ കാറിൽ നടക്കുന്നവർ എന്നൊക്കെ നാം വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ സാരി കൊണ്ടൊക്കെ മറച്ച സ്ഥലം ഉണ്ടാക്കി വേണം മൂത്രം ഒഴിക്കാൻ എന്ന് പറയുക. അതുപോലെ മറ്റ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വരുന്ന സ്ത്രീയുടെ സ്ത്രൈണമായ ആവശ്യങ്ങൾ വരുന്നിടത്ത് പോലും പ്രൈവസി ഇല്ല, അതിന് അത്യാവശ്യം വേണ്ട സാധ്യതകൾ പോലും ഇല്ല എന്നൊക്കെ അറിയുമ്പോൾ മൂക്കത്ത് കൈവിരൽ വെച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ അത്തരം അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നേ പറ്റൂ. നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലിക്ക് വേണ്ടി വിളിക്കുന്ന ഒരു പാർട്ട് ടൈം എംപ്ലോയി, ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, അവർക്ക് വേണ്ടി പോലും സാമാന്യ ഒരു ശരാശരി ജീവിത നിലവാരമുള്ളവര് അവർക്ക് വേണ്ടി പോലും ബാത്റൂം സൗകര്യങ്ങളെല്ലാം കൊടുത്തിരിക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് മര്യാദ, അങ്ങനെ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ രാവിലെ മുതൽ രാത്രി ലേറ്റ് ആകുന്നവരെയും ചിലപ്പോൾ ദിവസങ്ങളോളം പ്രവർത്തിക്കേണ്ട ഒരു ലൊക്കേഷനിൽ ഇത്തരം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യം ഒരുക്കിയിട്ടില്ല എന്ന് പറഞ്ഞാല് ആ സംവിധായകനെയും ഡയറക്ടറെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ജയിലിൽ കയറ്റാൻ അത് തന്നെ മതി, വേറെ അധികം ക്ലോസസ് ഒന്നും ആവശ്യമില്ല. പക്ഷേ അവര് കഴിഞ്ഞു പോയതൊക്കെ പോകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗതം ഗതം സർവം ഉപേക്ഷണീയം. നമുക്ക് ഇനി വരുന്നതിനെ പറ്റി ആലോചിക്കാം. ഇനി എങ്ങനെയായിരിക്കണം ഈ ഫിലിം ഇൻഡസ്ട്രി? ഈ നമ്മുടെ നാടിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ്. ഒന്നാമത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇങ്ങനെയുള്ള, അതായത് സിനിമ പോലെയുള്ള, ഇപ്പൊ സിനിമ കുട്ടികളെ മാരകമായ മയക്കുമരുന്നിലേക്കും മറ്റതുപോലെയുള്ള പല ചീത്ത ശീലങ്ങളിലേക്കും മാടി വിളിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ചീത്ത വശമാണ്. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ചീത്ത വശമാണ്. എന്നിട്ട് അതിനെ പുരോഗമനം എന്ന് പറഞ്ഞ് പൊക്കി പിടിക്കുന്നവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ വിമൻ ഇൻ കളക്റ്റീവിന്റെ ഈ സിനിമയിലേക്ക് പോകുന്ന സ്ത്രീകളുടെ അവരവരുടെ കുടുംബത്തെ നോക്കുന്ന, കുടുംബത്തിലേക്കുള്ള അന്നം കൊണ്ടുവരുന്നു, അങ്ങനെയുള്ള സ്ത്രീകൾ. അപ്പൊ അങ്ങനെ കുടുംബത്തിന്റെ അന്നം നൽകുന്ന ധാരാളം പേര് ജോലി ചെയ്യുന്ന ഒരു വ്യവസായമാണ് പരോക്ഷമായും പ്രത്യക്ഷമായും എന്നതുകൊണ്ട് തന്നെ ഈ വ്യവസായം നന്നായിട്ട് മുന്നോട്ട് പോകണം. ഇതിനെ ഇരുട്ടിലേക്ക് തള്ളിയിടുകയല്ല, ഇതിന്റെ വഴികൾ അടച്ചു കളയുകയല്ല നാം ചെയ്യേണ്ടത്. ഇതിന്റെ വഴികൾ തുറന്നിട്ട് ഇതിനെ ശുദ്ധീകരിച്ച്, അതായത് ഓടയിലെ മാലിന്യം എങ്ങനെ ശുദ്ധീകരിക്കുന്നുവോ അതുപോലെ ഇതിന്റെ വഴികൾ തുറന്നിട്ട് ഇതിലെ മാലിന്യം പുറത്തു കളഞ്ഞ് ഇതിനെ ശുദ്ധീകരിച്ചെടുക്കുകയും വീണ്ടും മാലിന്യം അടിഞ്ഞുകൂടാത്ത പരുവത്തിൽ വേണം അതിനെ ശുദ്ധീകരിച്ചെടുക്കാൻ. അതിനാണ് സെമി ജുഡീഷ്യൽ പവറുള്ള ഒരു ബോഡിയാണ് ഇതിനെ നോക്കാൻ വരേണ്ടത് എന്ന് ഞാൻ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു ജുഡീഷ്യൽ ബോഡി വന്നാൽ ആ ജുഡീഷ്യൽ ബോഡി തീർച്ചയായിട്ടും ഒരു തരം പക്ഷഭേദം പോലും കൂടാതെ, ആൺപെൺ ഭേദം കൂടാതെ തുല്യവേതനം അവിടെ നടപ്പാക്കണം. അതുപോലെ തന്നെ തുല്യനീതിയും നടപ്പാക്കത്തക്ക രീതിയിൽ വേണം ഈ പറയപ്പെട്ട ബോഡി പ്രവർത്തിക്കാനായിട്ട്, ഈ സെമി ജുഡീഷ്യൽ ബോഡി പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തി, അതായത് ഞാൻ എതിർത്താൽ, എന്നെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നടന്റെ മുൻപിൽ ഞാൻ എതിർത്ത് നിന്നാൽ എനിക്ക് ഇവിടെ സ്ഥാനം കിട്ടില്ല, എൻ്റെ ജീവിതം തന്നെ പാഴാകും എന്ന വിചാരത്തില് വഴങ്ങിക്കൊടുക്കാതെ ശക്തമായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ, ശക്തമായ രീതിയിൽ എതിർത്ത് നിൽക്കാനും, താൻ വന്ന കാര്യം കൃത്യമായി നിർവഹിച്ച് കടന്നു പോകാനും ഓരോ നടിക്കും, അതായത് അത് നായിക നടിയാവട്ടെ, അല്ല സഹനടിയാവട്ടെ, കൊച്ചുകുട്ടിയാവട്ടെ, ബാലനടിയോ നടനോ ആകട്ടെ, ഇവർക്കെല്ലാം അവിടെ വന്ന് സ്വസ്ഥമായി വന്ന് സ്വന്തം ജോലി നല്ലവണ്ണം ചെയ്ത് പോകത്തക്ക ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏതൊരു വ്യവസായ മേഖലയുടെയും ആ അന്തരീക്ഷം, അതായത് വർക്കബിൾ ആയിട്ടുള്ള അന്തരീക്ഷം, പ്രവർത്തനക്ഷമമായ നല്ല അന്തരീക്ഷം, അങ്ങനെ ഒരു അന്തരീക്ഷം. അതുപോലെ സൗഹൃദത്തിന്റെയും ആകാം ആ അന്തരീക്ഷം. അതല്ലാതെ ആണും പെണ്ണും തമ്മിൽ മത്സരിക്കുന്ന ഒരു അന്തരീക്ഷം അല്ല അവിടെ വേണ്ടത്, സൗഹൃദത്തിന്റെ അന്തരീക്ഷമാണ് വേണ്ടത്. അപ്പൊ എന്റെ വിചാരം, ഈ പറയപ്പെട്ട പുരുഷന്മാർ പോലും സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ ഈ കളിയൊന്നും നടക്കത്തില്ല, മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക് എന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒതുങ്ങും. ചാടി വരുന്ന സിംഹ ഗർജനത്തോടുകൂടി വരുന്നവരൊക്കെ ആ ഗർജനമൊക്കെ ഒതുക്കിക്കൊണ്ട് മര്യാദരാമന്മാരായി മാറും. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമേ സൃഷ്ടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഈ വ്യവസായത്തിൽ നീ എത്ര കേമനാണെങ്കിലും, നീ എത്ര പണക്കാരനാണെങ്കിലും
പുറത്തായി പോകും എന്നൊരവസ്ഥ വന്നാൽ അവരെല്ലാവരും മര്യാദക്കാരാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ നടികൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർക്ക് അത്യാവശ്യമുള്ളത്, അങ്ങനെ എല്ലാവർക്കും കൂടി ആവശ്യമുള്ള ന്യായമായ അവകാശങ്ങളൊക്കെ ഓരോ ലൊക്കേഷനിലും കൃത്യമായിട്ടും ലഭ്യമാക്കാനായിട്ടാണ് സംവിധായകരും ഡയറക്ടറും അങ്ങനെയുള്ള അതിൽ ഉൾപ്പെട്ടവരെല്ലാവരും ശ്രമിക്കേണ്ടത്. അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന ട്രൈബ്യൂണലോ എന്ത് കമ്മീഷനോ എന്തോ ആകട്ടെ അതിനകത്ത് പുരുഷന്മാരെ പേടിക്കേണ്ട ആവശ്യമില്ല. കമ്മീഷനിൽ വരുന്ന ഓരോ വ്യക്തിയും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഓരോ വ്യക്തിക്കും സ്വന്തം വ്യക്തിത്വത്തിനനുസരിച്ച് സ്വന്തം ധർമ്മം ചെയ്യാൻ, സ്വന്തം ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ അവസരം ഉണ്ട്, ഓരോരുത്തരുടെയും ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് വന്നാൽ ആരെയും പേടിക്കാതെ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പറ്റും. പിന്നെയും അവര് കഴുത്തിന് പിടിക്കാനായിട്ട് ആരെങ്കിലും വരികയാണ്, അവരുടെ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടാൻ ആരെങ്കിലും വരുന്ന പക്ഷം സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്ന് നോ, ഞങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനില്ല, നിങ്ങൾ ഞങ്ങൾക്ക് പകരം ഡമ്മികളെ വെച്ച് അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ സ്ത്രീകളായുടെ ഭാഗം അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അങ്ങനെ തൻ്റെ ഇടം കാണിച്ചാൽ അവർ മാറി നിൽക്കേണ്ടി ഒന്നും വരില്ല. ഇവിടുത്തെ ഈ ജനസമൂഹം, ഇവിടുത്തെ നീതിന്യായ കോടതികളൊക്കെ ഇടപെട്ട് അവരാവശ്യപ്പെടുന്നത് എന്തോ അത് നടത്തി കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും. അവർക്ക് പുറകിൽ ഈ നാട്ടിലെ ജനം മുഴുവനും ഉണ്ട്, ഈ നാട്ടിലെ നീതിന്യായ കോടതി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിമൻ ഇൻ കളക്റ്റീവ് അല്ലെങ്കിൽ ട്രൈബ്യൂണലിൽ ആ എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ ഫോം ചെയ്യാൻ പോകുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻപോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ വനിതാ നടിമാരെ നമുക്ക് തീർച്ചയായും ചേർത്ത് പിടിക്കാം. അവരെ ഈ വൈകിയ വേളയിലെങ്കിലും ഇങ്ങനെ ധൈര്യമായ ഒരു സ്റ്റെപ്പ് എടുത്തല്ലോ, ആ സ്റ്റെപ്പിനനുസരിച്ച് നമുക്കറിയാം കഴുകന്മാരെ പോലെ പറന്ന് നടക്കുകയാണ് സിനിമാ ലൊക്കേഷന്റെ ചുറ്റുവട്ടത്തില്, അതിന്റെ മുകളില് ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഇരകളെ തേടി. ആ ഇരകളെല്ലാം ഇപ്പോഴും ഉണ്ടാകും, പക്ഷേ ഇരകൾക്ക് കടിഞ്ഞാണുണ്ട്, ഇരകൾ പിടിക്കപ്പെടും, ഇരകൾ വലയിലാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ താനെ നിശബ്ദരായിക്കൊള്ളും. അവർ താനെ അവരുടെ കാമവെറിയെല്ലാം അടച്ചു പൂട്ടി ഭദ്രമാക്കി പെട്ടിയിൽ ഒതുക്കി മര്യാദരാമന്മാരായി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കാലമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വേണം നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വസ്ഥമായ ഒരു ലോകം, സിനിമാ ലോകം സൃഷ്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ വരുന്ന സിനിമാ ലോകത്ത് നിന്ന് ഇന്ന് വരുന്നതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒന്നാന്തരം ലോകത്തിന്റെ ഉത്തുംഗ ശ്രേണിയിൽ എത്തത്തക്ക രീതിയിലുള്ള സിനിമകളും മറ്റുള്ള കലാരൂപങ്ങളും പുറത്തു വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.